ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ചാപ്റ്റർ 3, യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മനസ്സിലാക്കിയ കാഴ്ച തന്നെ വേഗം പഠിക്കാനും ഓർത്തിരിക്കാനും കഴിയുന്ന ഒരു ചാപ്റ്ററാണിത്. ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആൻസേഴ്സ് അതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ please let me know through your comments. എബ്രായ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്ത മഹാപുരോഹിതനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്ത മഹാപുരോഹിതനെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവേൻ എന്ന് പറഞ്ഞിരിക്കുന്നതുമായി ഇതിനെ ബന്ധപ്പെടുത്താവുന്നതാണ്. എബ്രായർ 3:1 ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ 2-ാം അധ്യായം 17-ാം വാക്യത്തിലും ക്രിസ്തുവിനെ വിശ്വസ്ത മഹാപുരോഹിതനായി ചിത്രീകരിച്ച ശേഷം അവനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എബ്രായർ 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ ബന്ധപ്പെടുത്താവുന്ന മറ്റു വാക്യങ്ങൾ എബ്രായർ 3:1 എബ്രായർ 2:17 3:1 പറയുന്നത് എന്താണ്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അതുപോലെ 2:17 പറയുന്നത് എന്താണ്? അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാർക്ക് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായി സ്വീകരിച്ചവരാണ് എബ്രായ ക്രിസ്ത്യാനികൾ. എബ്രായ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് സ്വീകരിച്ചവരാണ്. നമുക്കതിന് റെഫറൻസ് കൊടുക്കാവുന്ന ഒരു ഭാഗം 1 തിമോത്തിയോസ് 2:5 അവനല്ലാതെ വേറൊരു മഹാപുരോഹിതൻ നമുക്കില്ല. ആ വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അവനല്ലാതെ വേറൊരു മഹാപുരോഹിതനില്ലെന്നാണ് ഈ വാക്യം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ പ്രത്യാശയും ധൈര്യവും നൽകുന്ന മഹാപുരോഹിതനാണ്. നമ്മുടെ ബലഹീനതകളിൽ സഹായിക്കുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു സാത്താനെ ജയിച്ചവനാകിയാൽ അവനെ തടസ്സം ചെയ്യുവാൻ സാത്താന് കഴിയുകയില്ല. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശത്തിലൂടെ കടന്നുപോയി മഹിമാസനത്തിന്റെ വലത്തു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു. എബ്രായർ 4:14 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനെ ചിത്രീകരിച്ചിരിക്കുന്നത്? നമ്മളത് ഓൾറെഡി വായിച്ചായിരുന്നു. അതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: പ്രത്യാശയും ധൈര്യവും നൽകുന്ന മഹാപുരോഹിതനാണ്. ബലഹീനതകളിൽ സഹായിക്കാൻ അവന് മാത്രമേ കഴിയുള്ളൂ. വേറൊരു ചോദ്യം ചോദിക്കാം: ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആരാണെന്ന് ചോദിക്കാം. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു സാത്താനെ ജയിച്ചവനാകിയാൽ അവനെ തടസ്സം ചെയ്യുവാൻ സാത്താന് കഴിയുകയില്ല. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശത്തിലൂടെ കടന്നുപോയി മഹിമാസനത്തിന്റെ വലത്തു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നു. അതുപോലെ പറയുന്നുണ്ട് 4:16 പറയുന്നുണ്ട്, മഹാപുരോഹിതനായ ക്രിസ്തു വസിക്കുന്നത് കൃപാസനത്തിലാണ്. ഈ കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിൽ കൃപാസനം എന്ന് പറഞ്ഞാൽ ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമാണ്. കൃപാസനം സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന
സാക്ഷ്യപ്പെട്ടവത്തിന്റെ മേലുള്ള ദൈവ സാന്നിധ്യമാണ്. അതിന് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പുറപ്പാട് 25:8 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 8 മുതലുള്ള വാക്യങ്ങളിൽ എന്താണ് പറയുന്നത്? ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ മന്ദിരത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയായിരിക്കണം, അത് എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് താഴെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട് 17-ാം വാക്യത്തിൽ, തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിന്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. പഴയ നിയമത്തിൽ കൃപാസനം ദൈവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമാണ്. സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷ്യപ്പെട്ടകത്തിന്റെ മേലുള്ള ദൈവ സാന്നിധ്യമാണ് കൃപാസനം എന്ന് പറയുന്നത്. പുറപ്പാടും ബാക്കിയുള്ള അധ്യായങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുപോലെ സംഖ്യയിലും പറയുന്നുണ്ട്, ലേവ്യ പുസ്തകത്തിലും പറയുന്നുണ്ട്. എബ്രായർ 9-ാം അധ്യായം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പം ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരുവുകളും ഉണ്ടായിരുന്നു. അതുപോലെ ലേവ്യ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം അവിടെ പ്രവേശിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്ത രക്തം തളിക്കുമായിരുന്നു. ഇനി പുതിയ നിയമത്തിലെ കൃപാസനം എന്ന് പറയുന്നത് ആരാണ്? പുതിയ നിയമത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി നമുക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി മരിച്ചു. അവൻ സ്വന്തം രക്തം ചീന്തി നമ്മെ എന്നേക്കുമായി വീണ്ടെടുത്തു. അതുകൊണ്ട് പുതിയ നിയമത്തിലെ കൃപാസനം ക്രിസ്തു ആണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ സന്നിധിയിൽ ചെല്ലണം, ക്രിസ്തുവിന്റെ സന്നിധിയിൽ ചെല്ലണം. അപ്പൊ ആ ഒരു ചോദ്യം അവിടുന്ന് ചോദിക്കാം. പഴയ നിയമത്തിലെ കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമാണ്. സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന സാക്ഷ്യപട്ടത്തിന്റെ നമ്മൾ കണ്ടു. അതിനകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? മണ്ണായിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും. അതിന് മീതെയായിരുന്നു കൃപാസനം എന്ന് പറയുന്ന സാക്ഷ്യപ്പെട്ടത്തിന്റെ മേലുള്ള ദൈവ സാന്നിധ്യമാണ്. ആണ്ടിലൊരിക്കല് മഹാപുരോഹിതൻ മാത്രം അവിടെ പ്രവേശിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്ത രക്തം തളിക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ് കൃപാസനം. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് എന്നേക്കുമായി നമുക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായിട്ട് മരിച്ചു, സ്വന്തം രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. അതുകൊണ്ട് പുതിയ നിയമത്തിലെ കൃപാസനം ക്രിസ്തുവാണ്. നമുക്ക് ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയുമെന്ന് നമ്മൾ ഓൾറെഡി 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ കാണുന്ന ലേവ്യ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ഈ ലേവ്യ പുസ്തകം, പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവരെയായിരുന്നു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ചത്. പഴയ നിയമത്തിൽ കാണുന്ന ലേവ്യ പൗരോഹിത്യം ദൈവം നിയമിച്ചതും ക്രിസ്തുവിന്റെ നിഴലുമാകുന്നു. അഹറോനെയായിരുന്നു ദൈവം അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ഇവിടെ പറയുന്നുണ്ട്, അഹറോൻ പാപിയായ മനുഷ്യന് വേണ്ടി യാഗവും വഴിപാടും അർപ്പിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിരുന്നു. അടുത്ത ചോദ്യം, ദൈവം മുൻപാകെ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതൻ ആരായിരിക്കണം? ദൈവം മുൻപാകെ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതൻ ഒരു മനുഷ്യനായിരിക്കണം. അപ്പം ദൈവത്തിന് മുമ്പിൽ മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യുന്ന പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരിക്കണം. ഒരു മാലാഹയ്ക്ക് അത് സാധ്യമല്ല. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പുരോഹിതനെ നിയുക്തനാക്കുന്നത്. ഇനി പുരോഹിത ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുരോഹിതന്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും സമർപ്പിക്കുക എന്നുള്ളതാണ്. പാപപരിഹാരത്തിന് വേണ്ടി ബലികളും കാഴ്ചകളും സമർപ്പിക്കുക. അപ്പം തന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി
പുരോഹിതന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് സഹതാപം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കേണ്ടത് ആവശ്യമില്ലാതിരുന്നത്? ലേവ്യ പുരോഹിതന്മാർക്ക് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുക ആവശ്യമായിരുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം അദ്ദേഹം പാപവിമുക്തനായിരുന്നു. എബ്രായർ 7:27 പറയുന്നുണ്ട്, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കേണ്ടത് ആവശ്യമില്ലായിരുന്നു, കാരണം അദ്ദേഹം പാപവിമുക്തനായിരുന്നു. അതുപോലെ എബ്രായർ 4:15 പറയുന്നുണ്ട്, പാപമൊഴികെ ക്രിസ്തു സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാകിയാൽ നമ്മോട് സഹതാപം കാണിക്കാൻ കഴിവുള്ളവനായിരുന്നു. നമ്മളത് ഓൾറെഡി കഴിഞ്ഞ ചോദ്യത്തിന് പറഞ്ഞായിരുന്നു, ആ വാക്യം നമ്മൾ വായിച്ചായിരുന്നു. ഇനി പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അതിനെ കാണിക്കുന്ന വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ എബ്രായർ 5:4. അവിടെ എന്താ പറയുന്നേ? എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അപ്പം ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല, അഹരോനെ പോലെ ദൈവം വിളിച്ചവനല്ലാതെ. അപ്പം പൗരോഹിത്യം ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനുള്ള വാക്യം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്യം എഴുതുക. പൗരോഹിത്യ സ്ഥാനം ആരും സ്വന്തമായിട്ട് എടുക്കുന്നതല്ല, അത് ദൈവം നൽകുന്നതാണ്. എബ്രായർ 5:5 പ്രസ്താവന ഏത് ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്? നമുക്ക് എബ്രായർ 5-ാം അധ്യായം 5-ാം വാക്യം ആദ്യം നോക്കാം. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം പിതാവിന്റെ തിരുഹിതമനുസരിച്ചായിരുന്നു. അത് സ്വന്തമായിട്ട് എടുത്തതല്ലായിരുന്നു, പിതാവിന്റെ തിരുഹിതമനുസരിച്ചായിരുന്നു. മഹാപുരോഹിതനാകാനുള്ള മഹത്വം സ്വതവേ അദ്ദേഹം എടുത്തതല്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവന 2-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അപ്പം ആ ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നത് സങ്കീർത്തനം 2-ാം അധ്യായം 7-ാം വാക്യം. നമുക്ക് സങ്കീർത്തനം 2:7 വായിച്ചു നോക്കാം. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എബ്രായർ 5:5 ഈ വാക്യം പറയാനുള്ള കാരണം, ഈ പ്രസ്താവന പറയാനുള്ള കാരണം ക്രിസ്തുവിന്റെ പൗരോഹിത്യം പിതാവിന്റെ ഹിതമനുസരിച്ചാണ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടും ഇത് പറയുന്നുണ്ട്. അതെവിടെയാന്ന് ചോദിച്ചാൽ അപ്പോസ്തല പ്രവർത്തികൾ 13:33-ാം അധ്യായം വാക്യം. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. സങ്കീർത്തനം 2:7 പ്രകടമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ക്രിസ്തുവിന്റെ പൗരോഹിത്യം പിതാവിന്റെ ഹിതമനുസരിച്ചാണെന്നുള്ളതും, 2 ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയാണ് കാണിക്കുന്നത്. രാജ്യത്വവും പൗരോഹിത്യവും ഒരുമിച്ച് സമ്മേളിക്കുന്നത് ആരിലാണ്? ക്രിസ്തുവിൽ മാത്രമാണ് രാജ്യത്വവും പൗരോഹിത്യവും ഒരുമിച്ച് സമ്മേളിക്കുന്നത്. സങ്കീർത്തനം 110:4 ക്രിസ്തുവിന് മാത്രമുള്ള വിശേഷണം എന്താണ്? സങ്കീർത്തനം 110-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. ഇത് പാരഗ്രാഫിന്റെ താഴെ പറയുന്നുണ്ട്. സങ്കീർത്തനം 110:4 നിന്നുള്ള ഉദ്ധരണിയാണിത്. ഇത് ക്രിസ്തുവിന് മാത്രമുള്ള വിശേഷണമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ വാക്യം അല്ലെങ്കിൽ ഈ ഉദ്ധരണി വിശദമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു 5 പോയിന്റ്സ് ഉണ്ട് അതിന്റെ ആൻസർ. അത് പുസ്തകത്തിൽ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോന്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ല, അത് നിത്യമാണ്. അപ്പൊ അഹറോന്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ലെന്ന് പറയാൻ കാരണം, അവര് മനുഷ്യരാണ്. മരണപ്പെട്ട് കഴിയുമ്പോൾ അതവിടെ
അത് തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ്. പക്ഷെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള പൗരോഹിത്യമാണ്. രണ്ടാമത്തേത് അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അതെന്താണ് നമ്മൾ ഇനി വരുന്ന പോർഷന് പറയുന്നുണ്ട്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ നമ്മൾ ഇനി പഠിക്കും. അതെന്ന് പറയുന്നത് നിത്യമായിട്ടുള്ളതാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. അത് ദൈവഹിതം അനുസരിച്ചുള്ളതാണ്. ക്രിസ്തുവിൻ്റെത് രക്ഷാകര പൗരോഹിത്യമാണ്. ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. അപ്പൊ ആ 5 പോയിന്റ്സ് എന്ന് പറഞ്ഞ എന്തൊക്കെയാണ്? അത് വേറൊരു രീതിയിലും ചോദിക്കാം. അഹറോന്റെ പൗരോഹിത്യത്തെക്കാൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണെന്ന് കാണിക്കാൻ എങ്ങനെയാണ് വിശദീകരിക്കാമെന്ന് വേണമെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഉദ്ധരണി വിശദമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോന്റെ പുത്രന്മാരുടേത് പോലെ താൽക്കാലികമല്ലായിരുന്നു, അത് നിത്യമായിരുന്നു. അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ദൈവഹിതം അനുസരിച്ചുള്ളതാണ്. നമ്മൾ ഓൾറെഡി കണ്ടു, ദൈവമായിട്ട് കൊടുത്തതാണ്, അല്ലാണ്ട് സ്വയമേ തിരഞ്ഞെടുത്തതല്ല. ക്രിസ്തുവിൻ്റെത് രക്ഷാകര പൗരോഹിത്യമാണ്. എബ്രായർ 5:7 പറയുന്നുണ്ട്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പം 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെത് രക്ഷാകര പൗരോഹിത്യമാണ്. ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അനുസരിക്കുന്ന ഏവർക്കും രക്ഷയുടെ ശാശ്വതമായ ഉറവിടമാണ്. അടുത്ത ചോദ്യം, വിശുദ്ധ വേദപുസ്തകത്തിൽ എത്ര സ്ഥലങ്ങളിൽ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്? അതിന് ഉത്തരം എന്ന് പറഞ്ഞാല് വിശുദ്ധ വേദപുസ്തകത്തിൽ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഉൽപ്പത്തി 14:18 മുതൽ 20 വരെ, സങ്കീർത്തനം 110:4, പിന്നെ എബ്രായ ലേഖനം 5:10, 6:20, പിന്നെ 7-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. ഉൽപ്പത്തി 14:18 മുതൽ 20 വരെ എന്താ പറയുന്നത്? ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. മൽക്കീസദേക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ അബ്രാം മൽക്കീസദേക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് പറയുന്നു. ഇനി സങ്കീർത്തനം 110:4 എന്താ പറയുന്നത്? നീ മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. എബ്രായർ 5:10 പറയുന്നുണ്ട്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അതുപോലെ 6:20 പറയുന്നു, അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അതുപോലെ എബ്രായർ 7-ാം അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിലും അവിടെ മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. മൽക്കീസദേക്ക് എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? നീതിമാനായ രാജാവ് എന്നാണ് മൽക്കീസദേക്ക് എന്ന വാക്കിന് അർത്ഥം. നീതിമാനായ രാജാവ്. അദ്ദേഹം ശാലേമിന്റെ രാജാവാകുന്നു. ശാലേമിന്റെ രാജാവായിരുന്നു മൽക്കീസദേക്ക്. ശാലേം എന്ന വാക്കിന് അർത്ഥം എന്താണ്? സമാധാനം. സമാധാനത്തിന്റെ രാജാവാകുന്നു. ശാലേമിന്റെ രാജാവാകുന്നു. യെരൂശലേമിന്റെ ആദ്യ നാമം ശാലേം എന്നായിരുന്നു. യെരൂശലേമിന്റെ ആദ്യ നാമം എന്ന് പറയുന്നത് ശാലേം എന്നായിരുന്നു. യെരൂശലേം എന്നതുകൊണ്ട് സമാധാന നഗരം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം ശാലേം എന്ന് വെച്ചാൽ സമാധാനം, യെരൂശലേം എന്ന് വെച്ചാൽ സമാധാന നഗരം. മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എന്നേക്കുമുള്ളതാവുന്നു. എന്തുകൊണ്ട്? മൽക്കീസദേക്ക് രാജാവും പുരോഹിതനുമായി ശോഭിക്കുന്നവനും അവന്റെ പൗരോഹിത്യം എന്നേക്കുമുള്ളതാകുന്നു. അവൻ ജനിച്ചതായോ മരിച്ചതായോ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമത്തിൽ ലേവി പൗരോഹിത്യം അഹറോന് തുടർച്ചയുള്ളതും
പരമ്പരാഗതമായി നിലനിൽക്കുന്നതുമാകുന്നു. മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന് വിഭിന്നമാണ്. അത് നിത്യമാണ്. എബ്രായർ 7-ാം അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം അവിടെ കാണാം. ശാലേം രാജാവും അത്യുന്നതനുമായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവും എന്നും അർത്ഥം. അതുപോലെ അവിടെ പറയുന്നു, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അതുകൊണ്ട് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എന്നേക്കുമുള്ളതാകുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടില്ല. പിതാവില്ല, മാതാവില്ല, വംശാവലിയിലുമില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല, ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. പക്ഷെ ലേവ്യ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഹരോന്യ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതല്ലായിരുന്നു, ശാശ്വതമല്ലായിരുന്നു. നമ്മൾ ഓൾറെഡി വായിച്ചു. അതുകൊണ്ടാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെതെന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തിൽ നിന്നും വിഭിന്നമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം നിത്യമായതായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല, പ്രത്യുത അത് നിസ്തുലവും നിത്യവുമായ ഒന്നാണ്. അതുകൊണ്ടാണ് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യം അല്ലായിരുന്നു, മൽക്കീസദേക്കിന്റെ പൗരോഹിത്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് വായിച്ച വാക്യങ്ങളിലും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്ന് നമ്മൾ കണ്ടത്. അടുത്ത ചോദ്യം, ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യാചാരിത്വം കൈക്കൊണ്ടഹരോൻ മോശെയോടൊന്നിച്ച്. ആ ഗീതം നൽകുന്ന ആശയം എന്താണ്? ഗീതം നൽകുന്ന ആശയം എന്ന് പറയുന്നത് അഹറോനും മോശയ്ക്കും കൊടുത്ത പൗരോഹിത്യ നൽവരം യോഹന്നാൻ വരെ എത്തിയപ്പോൾ യോഹന്നാൻ അത് യേശുവിനെ തിരിച്ചേൽപ്പിച്ചുവെന്നും ക്രിസ്തു എന്ന നിത്യ പുരോഹിതൻ തന്റെ നിത്യ പൗരോഹിത്യം അപ്പോസ്തലന്മാരിലൂടെ ലോകത്തിൽ പ്രകടമാക്കുന്നു എന്നുമാണ്. പഴയ നിയമ പൗരോഹിത്യത്തിന് പൂർണ്ണത വരുന്നത് എപ്പോഴാണ്? വംശാവലിയിൽ പെടാത്തവനായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ വംശാവലിയിൽ ഉൾപ്പെട്ടവനായി. അതുപോലെ പഴയ നിയമ പൗരോഹിത്യം മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. പഴയ നിയമ പൗരോഹിത്യം മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ നിത്യ മഹാപൗരോഹിത്യത്തോട് ബന്ധിക്കുമ്പോൾ മാത്രമാണ് പഴയ നിയമ പൗരോഹിത്യത്തിന് പൂർണ്ണത കൈവരിക്കുന്നത്. അഹറോന്റെ ക്രമപ്രകാരമല്ലാത്ത മറ്റൊരു പുരോഹിതന്റെ ആവശ്യകത എന്തായിരുന്നു? അത് ആരായിരുന്നു? ലേവ്യ പൗരോഹിത്യത്തെക്കാൾ മേന്മയേറതാണ് മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം. അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം നൽകിയെന്നും അബ്രഹാമിനെ മൽക്കീസദേക്ക് അനുഗ്രഹിച്ചതായും എബ്രായ 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. നമ്മളത് ഓൾറെഡി പറഞ്ഞു. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. അല്ലെ, വംശാവലിയിൽ പോലും ഇല്ലാത്ത മൽക്കീസദേക്ക് അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഉയർന്നവൻ താഴ്ന്നവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. അപ്പം അനുഗ്രഹം വാങ്ങിക്കുന്ന ആരെന്നാ? നമ്മളെക്കാളും ഉയർന്നവരെന്നാ. മൽക്കീസദേക്കിന്റെ പൗരോഹിത്യം എത്ര മേന്മയേതാന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിയമാധിഷ്ഠിതമായ പഴയ നിയമ പൗരോഹിത്യം അതിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ പരാജയപ്പെട്ടതായും അഹറോന്റെ ക്രമപ്രകാരമല്ലാത്ത മറ്റൊരു പുരോഹിതന്റെ ആവശ്യകതയുണ്ടെന്നും ആ പുരോഹിതനാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തുവെന്നും ഇവിടെ വെളിപ്പെടുത്തുന്നു. 7-ാം അധ്യായം മുഴുവനും ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ പറയുന്നുണ്ട്,
ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? അതുപോലെ കുറച്ച് മേലിലായിട്ട് പറയുന്നുണ്ട്, ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നുവെന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അപ്പം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിന്റെ മേന്മയ്ക്ക് ഇതും കൂടെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് അബ്രഹാം ദശാംശം കൊടുത്തത് മൽക്കീസദേക്കിന്. ആ കൊടുക്കുന്ന സമയത്ത് ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെ? അഹറോൻ, ലേവ്യ പൗരോഹിത്യം പറയുമ്പം അതിനാണ് അഹറോൻ വന്നിരിക്കുന്നത്. അപ്പം പിതാവിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് അഹറോന്റെ ക്രമപ്രകാരമല്ലാത്ത മറ്റൊരു പുരോഹിതന്റെ ആവശ്യകത എന്തായിരുന്നു, അത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, നിയമാധിഷ്ഠിതമായ പഴയ നിയമ പൗരോഹിത്യത്തില് അത് ലക്ഷ്യപ്രാപ്തിയില് എത്തിയില്ല, ഇടയ്ക്ക് വെച്ചത് പരാജയപ്പെട്ടു പോയി. അപ്പം അഹറോന്റെ ക്രമപ്രകാരമല്ലാത്ത മറ്റൊരു പുരോഹിതന്റെ ആവശ്യം ഉള്ളതായിട്ട് തോന്നി. ആ പുരോഹിതനാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തു എന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായിരിക്കും എന്നത് സങ്കീർത്തന വാക്യത്തെ ആസ്പദമാക്കി എബ്രായ ലേഖനകർത്താവ് പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്തു രാജാവാണെന്നും അവന്റെ പൗരോഹിത്യത്തിന് ജഡിക പിന്തുടർച്ചയില്ലെന്നും നൈസർഗികമാണെന്നും വെളിപ്പെടുത്തുന്നത് എങ്ങനെ? പഴയ നിയമപ്രകാരമുള്ള പുരോഹിത വംശത്തിൽപ്പെടാത്ത ഉന്നത പുരോഹിതൻ. എബ്രായ ലേഖനം 7:14 വായിച്ചു നോക്കുക. യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദിൽ നിന്ന് ജനിച്ചവൻ. അതിന് റോമ അതുപോലെ തീമോത്തിയോസ് അപ്പോസ്തല പ്രവർത്തികള് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാൻ വേണ്ടി വെളിപാടും കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുക. ഈ പരാമർശത്തിലൂടെ ക്രിസ്തു രാജാവാണെന്നും അവന്റെ പൗരോഹിത്യത്തിന് ജഡിക പിന്തുടർച്ചയില്ലെന്നും അത് നൈസർഗികമാണെന്നും വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമപ്രകാരമുള്ള പുരോഹിത വംശത്തിൽപ്പെടാത്ത ഉന്നത പുരോഹിതൻ, യഹൂദ ഗോത്രത്തിൽപ്പെട്ട ദാവീദിൽ നിന്ന് ജനിച്ചവൻ. ഈ പരാമർശങ്ങളിലൂടെ ക്രിസ്തു രാജാവാണെന്നും അവന്റെ പൗരോഹിത്യത്തിന് ജഡിക പിന്തുടർച്ചയില്ലെന്നും അത് നൈസർഗികമാണെന്നും വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശപഥം ചെയ്ത് സ്ഥാപിച്ച മഹാപൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെത്. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നുണ്ട്, ശപഥം ചെയ്ത് സ്ഥാപിച്ച മഹാപൗരോഹിത്യമാണ് ക്രിസ്തുവിൻ്റെത്. ദൈവം തന്നെയാണ് ദൈവപുത്രനെ ശപഥം ചെയ്ത് ആണയിട്ട് മഹാപുരോഹിതനാക്കിയത്. സങ്കീർത്തനം 110:4. നമ്മൾ ഓൾറെഡി അത് വായിച്ചായിരുന്നു മുമ്പ്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ദൈവം തന്നെയാണ് ദൈവപുത്രനെ ആണയിട്ട് മഹാപുരോഹിതനാക്കിയത്. അവനിൽ ബലഹീനതയില്ല, പാപരഹിതനാണ്. അവൻ തികഞ്ഞവനായി നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതിനാൽ നമ്മെ സമ്പൂർണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനാകിയാൽ മരണം മൂലം അവന്റെ പൗരോഹിത്യം നീങ്ങിപ്പോകുന്നില്ല. ഇപ്പൊ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം, ഇപ്പൊ മൽക്കീസദേക്കിന് ജനനവും മരണവും ഒന്നും വേദോസ്തത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അപ്പം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായിട്ടുള്ള ക്രിസ്തുവിന് മരണം മൂലം അവന്റെ പൗരോഹിത്യം നീങ്ങിപ്പോകുന്നില്ല. അവൻ ദൈവപുത്രനായതിനാൽ എന്നേക്കും വസിക്കും. അതുകൊണ്ട് അവൻ മനുഷ്യരുടെ മധ്യസ്ഥനായി പിതാവിന്റെ വലത് ഭാഗത്ത് സദാ നിലകൊള്ളുന്നു. അവന്റെ പൗരോഹിത്യം കൈമാറാവുന്നതല്ല. അതുകൊണ്ട് ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർക്ക് അതിൽ പങ്കാളികളാകുവാൻ മാത്രമാണ് കഴിയുന്നത്. അവന്റെ പൗരോഹിത്യം കൈമാറാവുന്നതല്ല. അതുകൊണ്ട് ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാർക്ക് അതിൽ പങ്കാളികളാകുവാൻ മാത്രമാണ് കഴിയുന്നത്. അടുത്ത ചോദ്യം, എബ്രായർ 7:26 മുതൽ 28 വരെ ഉള്ള വാക്യങ്ങളിൽ നൽകിയിരിക്കുന്ന ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറുവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ.
ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. എബ്രായർ 7:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് കൊടുത്തിരുന്ന ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പവിത്രനാണ്, നിർദോഷനാണ്, ദോഷമില്ലാത്തവനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർവിട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്. അതുപോലെ മഹാപുരോഹിതന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. പാപപരിഹാരത്തിനുള്ള ഏക ബലിയായിട്ടാണ് എബ്രായ ലേഖകൻ ക്രിസ്തുവിനെ കാണുന്നത്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? പാപപരിഹാരത്തിനുള്ള ഏക ബലിയായി എബ്രായ ലേഖകൻ കാണുന്ന ആരെ? അത് ക്രിസ്തുവിനെയാണ്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പുസ്തകം നല്ല രീതിയിൽ മനസ്സിലാക്കി വായിച്ചാൽ മതി. അതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മുടെ പുറപ്പാട്, അതുപോലെ സംഖ്യ, ലേവ്യ ഒക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതെല്ലാം വായിച്ചതിന് ശേഷം നമ്മൾ ഈ പാഠം പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും ഓർത്തിരിക്കുവാനും സാധിക്കും. അതുപോലെ എബ്രായ ലേഖനം 7-ാം അധ്യായവും മുഴുവൻ വായിച്ചു നോക്കുക. പഠിക്കുമ്പോൾ പുസ്തകവും അതുപോലെ വേദപുസ്തകവും കൂടെ വായിച്ചു നോക്കി വേണം പഠിക്കാനായിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ മതി. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.